ദീപക് മലയമ്മ, ഈ സംഭവം നടന്നപ്പോൾ മുതൽ ആ വാർത്തയുടെ പിന്നാലെയുണ്ട് ദീപക്. ഈ കേസിന്റെ നാൾവഴികൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം ഏതാണ്? CBI വരുന്നതേയുള്ളൂ. അതിനു മുൻപ് ഇതുവരെ ആരൊക്കെ, ഇതിലുൾപ്പെട്ട എല്ലാവരും അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഈ വലയിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ? സുജയ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം, അതായത് FIR ഇടുന്ന സമയം മുതൽ തന്നെ വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കൃത്യവിലോപമായി എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 18-ാം തീയതി ഉച്ചയ്ക്ക് 12:45-നും 1:45-നും ഇടയിൽ ഇത്തരത്തിലൊരു കൃത്യം നടന്നു എന്നുള്ളത് പോലീസിന്റെ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷം 1:45-നാണ് ഈ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് ഡീൻ തന്നെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പോലീസ് പക്ഷേ ഈ കാര്യം അറിയുന്നത് വൈകിട്ട് 4:30-ക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളിലും പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. അതിൽ പരം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ആ പ്രദേശത്തെത്തുകയും ഇങ്ങനെയൊരു ദുരൂഹ മരണമുണ്ടെങ്കിൽ അതിന്റെ ചിത്രീകരണം നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഈ 18-ാം തീയതി അതിന് പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യമായി എടുത്തു കാണേണ്ടത്. മറ്റൊന്ന്, പോലീസ് FIR-ൽ പ്രാഥമിക വിവരങ്ങൾ എന്നുള്ള നിലയിൽ എഴുതി ചേർത്തിരിക്കുന്നത് നേരത്തെ TV പ്രസാദ് പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് ആത്മഹത്യ എന്നുള്ളത് എവിടെയും ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ ഇല്ല എങ്കിൽ പോലീസ് കൃത്യമായി പറയുന്നുണ്ട് സിദ്ധാർത്ഥ ഏതോ മനോവിഷമം കൊണ്ട് തൂങ്ങി മരിച്ചു എന്നുള്ളത് കൃത്യമായ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ഓരോ സംഭവങ്ങളും നോക്കിയാൽ ആദ്യഘട്ടത്തിൽ UGCക്ക് നൽകിയ ഒരു പരാതി പ്രകാരം UGC ക്യാമ്പസിലേക്ക് 6 വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ നൽകുന്നു. ആ പേര് വിവരങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പോലീസ് ആദ്യഘട്ടത്തിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് 18 എന്നുള്ള കണക്കിലേക്ക് പോലീസ് എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ 18-ൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ക്യാമ്പസിനകത്ത് നിന്ന് തന്നെ ആദ്യഘട്ടം മുതലുണ്ടായ പ്രതിരോധം എങ്ങനെയാണോ ആ പ്രതിരോധം മൊഴി എന്നുള്ള നിലയിൽ തന്നെ പോലീസിന് മുൻപിൽ നിൽക്കുകയാണ്. പോലീസിന് ഈ 18 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും അവരിൽ നിന്ന് കൂടുതൽ തെളിവുകളിലേക്ക് പോകാനുള്ള അഭാവം ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ആ തെളിവ് ശേഖരണത്തിന്റെ സാധ്യതകൾ പോലീസ് വിട്ടുകളഞ്ഞു എന്നുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഡിജിറ്റൽ തെളിവുകൾ കൂടി കൈവശപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം പുരോഗതിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള ആലോചനയിലേക്കാണ് നീങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആകെ പോലീസിന് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ ഈ സിദ്ധാർത്ഥ വിചാരണയ്ക്കിടയായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങളും ഫോട്ടോയും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം, ഈ 1-ാം പ്രതിയായിട്ടുള്ള സിൻജോ ജോൺസൺ അടക്കമുള്ള പ്രതികൾ വളരെ കായികമായി തന്നെ സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ മറ്റു കുട്ടികളുടെ കൈവശമുണ്ട് എന്നുള്ള വിവരവും കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായും ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ അത് ശേഖരിക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യാനുള്ള കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പല രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് മുൻ MLA, കൽപ്പറ്റ MLA ആയിട്ടുള്ള CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മജിസ്ട്രേറ്റിന്റെ അടുത്തും ഒപ്പം തന്നെ കൽപ്പറ്റ DYSPയുടെ അടുത്തുമൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ കാണുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ CBIക്ക് ഈ കേസ് കൈമാറിയ പശ്ചാത്തലത്തിൽ CBI തുടക്കം മുതൽ തന്നെ ഈ കേസിന്റെ ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയും പിന്നീട് ക്യാമ്പസിനകത്തളത്തിലേക്ക് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ ഓരോന്നും അക്കമിട്ട ഈ പ്രതികൾ സ്വാഭാവികമായും പറയേണ്ടി വരും. ഒപ്പം തന്നെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തായി സിദ്ധാർത്ഥിന്റെ ഫോൺ, ഈ മർദ്ദനം നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ധാർത്ഥിന്റെ ഫോൺ കൈകാര്യം ചെയ്ത അക്ഷയ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് ഇനി ഇഴകീറി CBIക്ക് മുന്നിൽ പറയേണ്ട സാഹചര്യമെന്നും ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അക്ഷരാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥ ഏത് തലത്തിലാണ് ഒരു മൃഗീയമായ മർദ്ദനത്തിന്, ക്രൂരമായ പീഡനത്തിന് ഇരയായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത ആ ക്യാമ്പസിനകത്ത് നിന്ന് പുറത്തു വരികയും ചെയ്യൂ. ഓക്കെ, താങ്ക് യു ദീപക് മലയമ്മ. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദീപക്കാണ്.